ഇന്തോനേഷ്യ, മലേഷ്യ, അതേപോലെ തന്നെ വിയറ്റ്നാം, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ഒഫീഷ്യൽ പാർട്ട്നേഴ്സും കൂടിയാണ് ഞങ്ങൾ അവിടെ നടക്കുന്ന ആയിട്ട് അവരുടെ പഠന കാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ എത്താനും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ സ്കൂളുകളുണ്ടല്ലോ വാസ്തവത്തിൽ 3/4 ഞാനാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഏത് ബിസിനസ്സിലും ശരി അതിലുള്ള പങ്കാളികൾ എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് മാത്രമല്ല, അവിടുത്തെ വർക്കേഴ്സ് കൂടിയാണ്. രസകരമായ അനുഭവമാണ്. ഒന്ന് കിഴിശ്ശേരിയിലാണ് ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞ് ഈ കറണ്ടും മറ്റേ വെള്ളമൊന്നും ഇല്ലാത്ത, വെള്ളമുണ്ട് ബാക്കിയൊന്നുമില്ലാത്ത, ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും ഇല്ലാത്ത കരുവാരക്കുണ്ടിലാണ്. അപ്പം അന്നത്തെയൊക്കെ തമാശ പറഞ്ഞാൽ അന്നത്തെ നല്ല മഴയാണ്. 79 ലാസ്റ്റ് 80 ആദ്യമായിട്ട് ഞാൻ തൊപ്പിക്കൂടെ കൂടിയിട്ടാണ് ബാങ്കിൽ പോയത്. അപ്പം ബാങ്കിലത്തെ ഒരു കൺസെപ്റ്റിന് ആൾക്കാരാണ് മാറിപ്പോയി. കാരണം എൻ്റെ പേരെന്നെ തൊപ്പിക്കൂടെ മേനായിരുന്നു ഇപ്പി. അതെ, ഞാൻ തൊപ്പിക്കൂടെ കൂടി ചെല്ലും. ഫീൽഡിലൊക്കെ പോണെങ്കിൽ ഇപ്പൊ അന്ന് ബെൽ ബോട്ടം പാൻസിന്റെ കാലാണ്. ഞാൻ ബെല്ല് മുട്ടന്റെ കീഴ്പ്പെടാണ് മുറിച്ചു. കാരണം ഈ പാടത്തൊക്കെ ഇറങ്ങി നടക്കണം. അങ്ങനെയാണ് വാസ്തവത്തിൽ 3/4 ഞാനാണ് കണ്ടുപിടിച്ചത്. പരിശീലകനാണ്. എൻ്റെ ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞാൽ ട്രെയിനിങ്ങിന്റെ കമ്പനിയുടെ പേര് 3T എന്നാണ്. ട്രെയിൻ, ട്രാൻസ്ഫർ ആൻഡ് ട്രാൻസ്ഫോം എന്നാണ് അതിൻ്റെ പേര്. എൻ്റെ സോഷ്യൽ ഗോൾ എന്ന് പറയുന്നത് നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡക്ടിവിറ്റിയുടെയും മറ്റൊക്കെ കാര്യത്തിൽ ആളുകളെ മാറ്റിയെടുക്കുക, ട്രെയിൻ ചെയ്ത് ജനങ്ങളിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ സോഷ്യൽ ഗോള്. ദാസേട്ടൻ ഇപ്പം ഇത്രയും കാലത്തിനിടയ്ക്ക് ഏകദേശം എത്ര പേർക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടോ? ശരിക്ക് ഒരു കണക്കൊന്നും വെച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും ഒരു 3500ഓളം ട്രെയിനിങ് പ്രോഗ്രാമുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലും വിദേശത്തുമായിട്ട് 3500ഓളം ട്രെയിനിങ് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഓക്കെ ട്രെയിനിങ് എന്നുള്ള ഒരു ആസ് എ എക്സ്പീരിയൻസ് ഏറ്റവും കൂടുതൽ നിങ്ങളത് എൻജോയ് ചെയ്യുന്നത് ഏത് ലെവലിലാണ്? ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ, ട്രാൻസ്ഫോർമേഷൻ കാണുമ്പോഴാണോ, അതല്ല ട്രെയിനിങ്ങിന് വേണ്ടി പ്രിപ്പയർ ആകുമ്പോഴാണോ? ഏത് സമയമാണ് നിങ്ങൾ കൂടുതലായിട്ട് എൻജോയ് ചെയ്യുന്നത്? റിസൾട്ട് കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം തോന്നുന്നത്. ഇപ്പം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ശരിക്കും നമ്മളൊരു മെഡിറ്റേറ്റീവ് മൂഡിലാണ്. അതായത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ച് നടത്തുക, അതിനുള്ള പവർ പോയിന്റ് ഉണ്ടാക്കുക, അതിനുള്ള ട്രെയിനിങ് ഗെയിംസ് ഉണ്ടാക്കുക എന്നൊക്കെയുള്ള മെത്തേഡിലാണ് പോവുക. പക്ഷെ നമുക്ക് ചിലപ്പോൾ ഞാൻ തമിഴ്നാട്ടിൽ ഒരു 8-10 ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. അതായത് 3 ദിവസത്തെ വർക്ക്ഷോപ്പ് മാതിരി. അപ്പോൾ ഒരു പരിചയമില്ലാത്ത ആൾക്കാരാണ് എൻ്റെ മുന്നിൽ ഉണ്ടാവുക. അപ്പം അവരടുത്ത് ഒരു 3 ദിവസം കഴിയുമ്പോൾ പോകാൻ നേരത്ത് അവരിൽ ഉണ്ടാകുന്ന മാറ്റം, അവർ കെട്ടിപ്പിടിച്ച് നമ്മളോട് പറയുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഐ തിങ്ക് ഐ ഫീൽ ബ്ലെസ്ഡ്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ടത്. ചേഞ്ചാണ്, ഒരാളുടെ ഉണ്ടാകുന്ന ബിഹേവിയറൽ ചേഞ്ചാണ് എന്നെ ശരിക്കും കൗതുകപ്പെടുത്തുന്നതും അത്ഭുതപ്പെടുത്തുന്നതും. ഓക്കെ, ഞാൻ ദാസേട്ടനിലേക്ക് വരാം. നമ്മുടെ സമയം അനുവദിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ചോദിക്കാൻ വരാം. സാർ ഒന്ന് പറയുമോ, ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. സാർ ഒന്ന് പറയൂ. നമസ്കാരം, എൻ്റെ പേര് അബൂബക്കർ സിദ്ദീഖ്. ഞാൻ എൻ്റെ ജോബ് എന്ന് പറഞ്ഞാൽ സ്പോർട്സ് ഫീൽഡാണ്. സ്പോർട്സ് ഫീൽഡിൽ ഞാൻ 1ാം ക്ലാസ് മുതൽ, ചെറുപ്പം മുതലേ ഹോസ്റ്റലിലാണ് ഉള്ളത്. ആ സാഹചര്യ ഘട്ടങ്ങളിൽ സ്പോർട്സിന് കൂടുതലായിട്ടുള്ള ഒരു ബെനഫിറ്റ് എന്നിലുണ്ടായി. അത് 3ാം ക്ലാസ്സിൽ നിന്ന് ഓറൽ ചാമ്പ്യൻഷിപ്പ്, അതുപോലെ പിന്നീട് 5ാം ക്ലാസ് 6ാം ക്ലാസ്സിൽ അതിലൊക്കെ ചാമ്പ്യനാണ് സ്പോർട്സിൽ ലെവലിലൊക്കെ. പിന്നെ സ്റ്റേറ്റ് ലെവലിൽ റെക്കോർഡും 800, 1000, അതുപോലെ തന്നെ റണ്ണിങ് റേസിൽ, അതുപോലെ തന്നെ ഫുട്ബോൾ, അതുപോലെ തന്നെ വേൾഡ് മാരത്തോൺ വരെ എത്താൻ പറ്റി. ചില സമയങ്ങളിൽ ഇഞ്ചറിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ ആർമിയിൽ, അതുപോലെ തന്നെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ, അത് പോലീസ് ഫീൽഡുകളൊക്കെ കിട്ടിയ സമയത്തൊക്കെ ചെറിയ ഇഞ്ചറിയൊക്കെ വന്നു, ബുദ്ധിമുട്ടൊക്കെ ആയി. പക്ഷേ എന്നാലും ഞാൻ തളർന്നിട്ടില്ല. പക്ഷേ ഞാൻ തിരിച്ച് റിട്ടേൺ ബാക്ക് വന്ന് സ്കൂളിൽ ജോയിൻ ചെയ്ത്, സ്കൂളിൽ ഗവൺമെൻറ് സ്കൂളിലും അതുപോലെ തന്നെ പ്രൈവറ്റ് സ്കൂളിലൊക്കെ വർക്ക് ചെയ്ത് നമ്മുടെ കുട്ടികളിൽ ഇപ്പോൾ ഇന്ന് വരുന്ന തലമുറയിൽ നിൽക്കുന്ന ചെറിയ LKG മുതൽ ചെറിയ പ്രായമുള്ള ഒരു 4 വയസ്സ്, ഒരു 5 വയസ്സ് മുതലുള്ള കുട്ടികൾ വരെ നമ്മൾ ഇപ്പോൾ കൂടെ വന്ന് ഫുട്ബോൾ, അതുപോലെ തന്നെ ഓരോരോ മാർഷൽ ആർട്സ്, അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഒരു 10-20 ഗെയിമോളം ഞാൻ റെഡി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലെവലിൽ, നാഷണൽ ലെവലിൽ, അതുപോലെ തന്നെ ഇന്ത്യൻ, അതുപോലെ എല്ലാ ലെവലിലും എത്തിക്കും. ശിഷ്യന്മാരെ ഒരുപാട് അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു അഭിമാനിക്കാൻ പറ്റുന്നുണ്ട്. ഈ മൊബൈൽ അഡിക്റ്റേഷനിൽ വരുന്ന കുട്ടികൾ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെ ഒരു ഡ്രഗ്സിൻ്റെ ഒക്കെ ഇത് വരുന്നതാണല്ലോ. അപ്പോൾ ആ സമയത്ത് അതിനൊക്കെ മാറ്റിയെടുത്ത് കുട്ടികൾക്ക് മാക്സിമം അവർ കൊടുക്കുന്ന ട്രെയിനിങ്ങിന് ഏതെങ്കിലും ഒരു ബ്രാൻഡ് നെയിം ഉണ്ടോ? ബ്രാൻഡ് നെയിം എനിക്ക് എന്ത് പേരിലാണ്? ഞാൻ എൻ്റെ പേരിൽ നടത്താറുണ്ട്. ചില സ്കൂളുകൾക്ക് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ
സൈനിക ബേസ് ചെയ്തിട്ടുള്ള പിന്നെ നമ്മൾ പോലീസ് അതിന് സൈനിക ബേസ് ഫോഴ്സിലേക്കുള്ള ട്രെയിനിങ് കൊടുക്കാറുണ്ട് എക്സ്ട്രാ. അതുപോലെ പിന്നെ അക്കാഡമി ബേസിലാണ് നമ്മളൊരു പേര് കൊടുക്കുക. എൻ്റെ ഒരു ഇനിഷ്യേറ്റീവിൽ മലബാർ അക്കാദമി എൻ്റെ പേരിൽ, അതുപോലെ വേറെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അങ്ങനെ ഓരോ ഏരിയയിൽ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കിഡ്സ് അത്ലറ്റിക്സ് വേൾഡ് അത്ലറ്റിക്സിൽ അംഗീകരിച്ചതാണ്. അപ്പോൾ അത് കിഡ്സ് അത്ലറ്റിക്സിൽ ഫോക്കസ് ചെയ്തിട്ട് ചെറുപ്പം മുതലേ കുട്ടികളിലേക്ക് കായികപരമായിട്ടുള്ള ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്, ഗെയിമാണ്. അപ്പോൾ അത് കുട്ടികൾ കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ പഠന കാര്യങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ എത്താനും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ സ്കൂളുകളുണ്ടല്ലോ, നമ്മളെ സ്കൂളുകളിൽ കായിക പരിശീലനം കൊടുക്കാനുള്ള അധ്യാപകർ വളരെയധികം കുറവാണ്. അപ്പോൾ കുട്ടികൾ താഴോട്ട് പോവുകയാണ്. അപ്പോൾ ഉള്ളവർ വെച്ചിട്ട് നമ്മളൊക്കെ അവിടെയൊക്കെ 3-4 സ്കൂളിലൊക്കെ വർക്ക് ചെയ്ത് ചെയ്യുന്നു. ഓക്കെ, നിങ്ങളൊരു സോഷ്യൽ ഗോള് സെറ്റ് ചെയ്തിട്ടുണ്ടോ? സോഷ്യൽ ഒരു ഇമ്പാക്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സോഷ്യലായിട്ട് കുട്ടികളെ നമുക്ക് പല അഭിരുചിയിലുള്ള കുട്ടികളുണ്ടാവും. അതുപോലെ തന്നെ പല ട്രെയിനിങ്ങുകളിലും നമ്മൾ പങ്കെടുക്കാൻ പോവാറുണ്ട്. അപ്പോൾ അതിലൊക്കെ പോകുമ്പോൾ ഇവരെ ഭാവിയിൽ അവർക്ക് ഏതാണോ ഓട്ടോമാറ്റിക് മേഖല എന്നുള്ളത് അത് കണ്ടെത്തി കൊടുക്കാനുള്ള ഒരു ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം പിന്നെ സ്പോർട്സ് ആയാലും അതുപോലെ തന്നെ മറ്റ് സോഷ്യലായിട്ടുള്ള ചിലപ്പം വക്കീലായിരിക്കും, അങ്ങനെ LLB, അതുപോലെ തന്നെ മറ്റുള്ള സ്പോർട്സ് മേഖലകൾ. അപ്പോൾ അതിൽ മാക്സിമം നമ്മൾ ശിഷ്യന്മാരായിട്ടുള്ള ചിലപ്പോൾ അവർക്ക് തന്നെ ജോലി കൊടുക്കാനുള്ള വേറെ നമുക്ക് റെഫർ ചെയ്തിട്ട് വേറെ സ്കൂളിലൊക്കെ നമുക്ക് വിദ്യാഭ്യാസത്തിനനുസരിച്ച് ജോലി കൊടുക്കാനും പറ്റും, ട്രെയിനിങ് കൊടുക്കാനും പറ്റും. പിന്നെ നല്ലൊരു സോഷ്യൽ ഗോൾ ചെയ്യണം എന്നുള്ളൊരു എപ്പോഴും മോട്ടിവേഷൻ. കാരണം തെറ്റിലേക്ക് പോകരുത്, ഇന്നത്തെ സമൂഹം ഇങ്ങനെയാണ്, അതിൽ മാറ്റി മറിച്ച് ഉഷാറായിട്ട് ചെയ്യാനുള്ള ഒരു. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ഞാൻ അടുത്ത ആളിലേക്ക് പോവാം. സാറ് ഒന്ന് പരിചയപ്പെടും. എൻ്റെ പേര് മുഹമ്മദ് റാഫി എന്നാണ്. ഞാൻ ഡിവോബിസ് എന്ന ഒരു അതാണ് ബ്രാൻഡ് നെയിം. ഇവരൊക്കെ പരിചയം വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഏരിയയാണ്. ഞങ്ങൾ ബിസിനസ് കൺസൾട്ടിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഞങ്ങൾ ഈ MSMEകളെ ഒരു കോർപ്പറേറ്റ് സ്റ്റൈലിലേക്ക് മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി അവർക്ക് വേണ്ട ടെക്നോളജികൾ, അതോടൊപ്പം തന്നെ ഒരു MSME എങ്ങനെയാണ് കൃത്യമായി മാനേജ് ചെയ്യേണ്ടത്, ഇത്തരത്തിൽ ബിസിനസ് സൊല്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏത് ഫീൽഡിലാണ് ഫോക്കസ് ചെയ്യുന്നത്? കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന MSME മാനുഫാക്ചേഴ്സിനെയാണ്. അവരുടെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് എങ്ങനെ ആയിരിക്കണം, ഡിസ്ട്രിബ്യൂഷൻ മാസ്റ്റർ എന്നുള്ള ഒരു പ്രോഗ്രാം, ഡിസ്ട്രിബ്യൂഷൻ മാസ്റ്റർ പ്രോഗ്രാം ഞങ്ങൾ എല്ലാ മാസങ്ങളും കോഴിക്കോട് ഫറൂഖ് കോളേജ് നടത്താറുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് നടക്കുന്ന വ്യത്യസ്തങ്ങൾ എക്സിബിഷനിൽ വിസിറ്റ് ചെയ്യാറുണ്ട്. അതിന്റെ വോളിയം ലേശം ഒന്ന് കുറക്കാൻ പറ്റും, കുറച്ച് കുറയുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന ഇന്തോനേഷ്യ, മലേഷ്യ, അതേപോലെ തന്നെ വിയറ്റ്നാം, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ഒഫീഷ്യൽ പാർട്ട്നേഴ്സും കൂടിയാണ് ഞങ്ങൾ. അവിടെ നടക്കുന്ന ട്രേഡ് എക്സിബിഷനിലേക്ക് ഇവിടെ സംരംഭകരെ കൊണ്ടുപോകാറുണ്ട്. ഇത്തരം ബിസിനസ്സുകാർക്ക് ആവശ്യമുള്ള ടെക്നിക്കലും ടെക്നോളജിപരമായിട്ടുള്ള സപ്പോർട്ടാണ് അൾട്ടിമേറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം MSMEകളെ ഒരു കോർപ്പറേറ്റ് സ്റ്റൈലിലേക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും, ആ രീതിയിലുള്ള ട്രെയിനിങ്ങും സെക്ഷൻസും നടത്താറ്. അത് കൂടുതൽ നടക്കുന്നത് കോഴിക്കോട് ഫറൂഖ് കോളേജിലാണ്. അല്ലാത്തതും നടക്കാറുണ്ട്, ഇന്ത്യക്കകത്തും വിദേശത്തുമായിട്ട് നടക്കുന്നു. ഡിവോബിസ് എന്നുള്ള ബ്രാൻഡിലാണ് ചെയ്യുന്നത്. ഡിവോബിസ് ഞങ്ങൾ എന്താണ് അതിൻ്റെ ഒരു സോഷ്യൽ ഗോളായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു മാനുഫാക്ചർ ആണെങ്കിൽ അയാൾക്ക് എങ്ങനെയാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടർ കണ്ടെത്തേണ്ടതെന്നോ, അല്ലെങ്കിൽ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ടർ അപ്പോയിൻമെന്റ് ചെയ്യേണ്ടതെന്നോ, അല്ലെങ്കിൽ എന്തിനാണ് ഡിസ്ട്രിബ്യൂട്ടർ അപ്പോയിൻമെന്റ് എന്നോ കൃത്യമായിട്ട് അറിയില്ല. ഒരു കോർപ്പറേറ്റ് കമ്പനി അല്ലെങ്കിൽ MNC കമ്പനി ആണെങ്കിൽ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണ്ടെത്തുന്നു, അവരെങ്ങനെ അപ്പോയിൻമെന്റ് ചെയ്യുന്നു, അതിന്റെ ശരിയായ രീതി എന്താണ്, ഈവൻ എന്തിനാണ് ഒരു ഡിസ്ട്രിബ്യൂട്ടർ അപ്പോയിൻമെന്റ് ചെയ്യുന്നതെന്ന് പോലും നമ്മുടെ നാട്ടിലെ മാനുഫാക്ചേഴ്സിന് അറിയില്ല. അപ്പം ഇതിനൊരു ശരിയായ ഭാഷ, ശാസ്ത്രീയ ഭാഷ ഉണ്ട്, അത് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതിലൂടെ നമ്മുടെ നാട്ടിലെ ചെറുകിട മാനുഫാക്ചേഴ്സിനെ ഒരു കോർപ്പറേറ്റ് മോഡലിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡിവോബിസിന്റെ അൾട്ടിമേറ്റ് ആക്ടിവിറ്റി അത് മാത്രമൊന്നുമല്ല, വേറെ ആക്ടിവിറ്റികളുണ്ട്. പക്ഷേ ഈ ട്രെയിനിങ് മേഖല കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഓക്കെ, ഗ്രേറ്റ്. സാർ പറയാം. എൻ്റെ പേര് മിൻഹാജ് എന്നാണ്. ഞാൻ ഒരു സ്റ്റുഡൻറ് ഫൗണ്ടറാണ്. എജുഹോസ് AI അക്കാഡമി പറഞ്ഞിട്ടുള്ള അക്കാഡമി ഉണ്ട്. ഹോസ് ഇൻ്റഗ്രേറ്റഡ് സർവീസസ് പറഞ്ഞിട്ടുള്ള ഒരു പാരന്റ് കമ്പനി ഉണ്ട്. അതിൻ്റെ കീഴിലുള്ള 4 കമ്പനിയിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കമ്പനിയാണ് എജുഹോസ് AI അക്കാഡമി. അപ്പോൾ എജുഹോസ് AI അക്കാഡമി എന്നുള്ളത് ഇപ്പോൾ ടെക്നോളജി ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുള്ളൊരു സംരംഭമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത് ഇന്നിപ്പോൾ നമ്മുടെ വേൾഡ്, അതായത് കേരളത്തിൻ്റെ ഒരു വലിയ ശതമാനവും റെമിറ്റൻസ് എക്കണോമിയാണ്. അത് ഇന്നിപ്പോൾ മാറിയിട്ട് റിവേഴ്സ് മൈഗ്രേഷൻ വന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല നമ്മുടെ കേരളത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷം നോക്കുകയാണെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ മറ്റു ജിയോഗ്രഫിക്കൽ ബിസിനസ് നടക്കുന്ന ഏരിയകളെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ അത്യാവശ്യം വലിയ എന്താ പറയുക കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും എന്തുണ്ടാവുക, ഓരോ സിറ്റീസ് ഉണ്ടാവും. പക്ഷെ കേരളത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷം എന്നുള്ളത് ഒരു മിനിമം 5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ടൗൺഷിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ സാധാരണ നമുക്ക് ഇവിടെ ഒരു എന്താ പറയുക ഈ മറ്റു മാനുഫാക്ചറിങ് സെക്ടറുകളും കാര്യങ്ങളൊന്നും അധികം വലിയ പേര് കേട്ടതില്ലെങ്കിലും നമ്മുടെ ഏറ്റവും വലിയ ഒരു എക്കണോമി വരുന്നത് റെമിറ്റൻസ്, പിന്നെ വരുന്ന IT എന്നാണ്. ഇപ്പോൾ നിലവിൽ
നമ്മുടെ കേരള എക്കണോമി അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമി IT-യിലേക്ക് അത്യാവശ്യം ഫോക്കസ് ചെയ്തിട്ട് പോകുന്നുണ്ട്. അതിന് സാധ്യതകൾ കൂടുതലുണ്ട്. കാരണം നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ഇവിടുത്തെ ഏറ്റവും വലിയ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ തന്നെയാണ്. പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ആരെയാണ്? അപ്പോൾ ടാർഗറ്റഡ് ഓഡിയൻസ്, ഞങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ഓണേഴ്സ് ആണ്. ബിസിനസ്സുകളെ AI-യിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ്. ഒരു സൊല്യൂഷൻ ഗിവിംഗ് ആണല്ലോ. അപ്പോൾ ഒരു സൊസൈറ്റിയിലേക്ക് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സൊല്യൂഷനാണ് ദാസേട്ടൻ ഇതുവരെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇനി ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നുള്ളതാണ്. ഞാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജ്വല്ലറിയിലെ സ്റ്റാഫിനെ കംപ്ലീറ്റ് ട്രെയിൻ ചെയ്തതാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കസ്റ്റമർ സർവീസ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് ട്രെയിനിങ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞപ്പം അവരുടെ സെയിൽസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല കസ്റ്റമർ കംപ്ലൈൻറ്റ് ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല അവർക്ക് ബിസിനസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് ഹ്യൂമൻ ക്യാപിറ്റൽ വർദ്ധിപ്പിക്കുക, അവരുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ബിസിനസ് വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏത് ബിസിനസ്സിലും ശരി അതിലുള്ള പങ്കാളികൾ എന്ന് പറയുന്നത് പാർട്ട്നേഴ്സ് മാത്രമല്ല, അവിടുത്തെ വർക്കേഴ്സ് കൂടിയാണ്. അപ്പോൾ അവരെ വേണ്ട വിധത്തിൽ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ ആ ബിസിനസ് സ്ഥാപനം ഉയരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അനുഭവത്തിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ഫുട്വെയർ ഇൻഡസ്ട്രിയിലെ ഒരുവിധം എല്ലാ സ്റ്റാഫിനും, മാനേജിങ് ഡയറക്ടർ വരെയുള്ള സ്റ്റാഫിന് ഞാൻ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അത് ഇപ്പോഴും നമ്പർ 1 ആയിട്ട് നിൽക്കാൻ കാരണം എന്താ വെച്ചാൽ അവർ ട്രെയിനിങ്ങിനും അവരെ ഹ്യൂമൻ റിസോഴ്സ് ക്യാപിറ്റൽ വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇതിപ്പോൾ ട്രെയിനിങ് നമ്മൾ പറയുമ്പോൾ പൈസ എന്നുള്ള നിലയ്ക്കല്ല പറയണം, അതിന് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള നിലയ്ക്ക് വേണം കാണാൻ. കാരണം HR ക്യാപിറ്റലിന് നമ്മൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു അത് റിട്ടേണിൽ ഉണ്ടാവും. ഏത് ബിസിനസ് സ്ഥാപനമാണെങ്കിലും ശരി, അവിടെ സ്റ്റാഫിൻ്റെ മെൻറ്റാലിറ്റി, അവരുടെ സ്റ്റാഫിൻ്റെ സിൻസിയറിറ്റി, അതുപോലെ അവർക്കുള്ള ഇന്റേണൽ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ഥാപനം ഉണ്ടാവുള്ളൂ. അതാണ് ട്രെയിനിങ്ങിലൂടെ അവരുടെ എന്ത് ഒരു പ്രശ്നത്തെയാണ്, എന്ത് പ്രോബ്ലത്തിനെയാണ് ദാസേട്ടൻ അഡ്രസ്സ് ചെയ്യുന്നത്? ഒന്ന് കേരളത്തിലത്തെ പ്രശ്നം, ഇന്ത്യയുടെ പ്രശ്നം ജനറലായിട്ട് എടുക്കുകയാണെങ്കിൽ ഇന്ന് ഈ കോമ്പറ്റീഷനാണ് അവരെ സംബന്ധിച്ചോളം ഏത് ബിസിനസ്സിനുമുള്ള പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ ഒരു സ്ഥലത്ത് നമുക്കെന്താ വെച്ചാൽ ഈ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഐഡിയ അത് എങ്ങനെ അവർ വലുതാവണം എന്നുള്ളതും എങ്ങനെ കസ്റ്റമർക്ക് സെർവ് ചെയ്യണം എന്നുള്ള സന്ദേശം ശരിക്കും കസ്റ്റമറിൽ എത്തിക്കുന്നത് അവിടെയുള്ള സ്റ്റാഫാണ്. അപ്പോൾ സ്റ്റാഫ് അത് അവെയർ അല്ലെങ്കിൽ അവിടേക്ക് എത്താൻ പ്രയാസമാണ്. അപ്പം സ്റ്റാഫിന് ആ അവയർനെസ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതായത് ഇപ്പോഴും കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആ ജനങ്ങൾ ആക്രമിച്ച് പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ കേരളത്തിൽ എപ്പോഴും തൊഴിലാളി പ്രശ്നമാണ്, ഇവിടെ ട്രേഡ് യൂണിയനാണ് മറ്റൊന്ന്. പക്ഷെ ട്രേഡ് യൂണിയൻ ഇല്ലാത്ത എത്ര സ്ഥാപനങ്ങളുണ്ട്? ഒരു തൊഴിൽ പ്രശ്നം ഇല്ലാത്ത സ്ഥാപനങ്ങൾ എങ്ങനെയുണ്ട്? കാരണം അവർ HR ക്യാപിറ്റലിന് വേണ്ടിയിട്ട് അവർ വർക്ക് ചെയ്യുന്നൊന്നുമില്ല. അപ്പം ആ കൺസെപ്റ്റിൽ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ തൊഴിൽ പ്രശ്നം ഉണ്ടാവില്ല. തൊഴിൽ പ്രശ്നം ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതാണ് നമ്പർ 1. നമ്പർ 2, അവർക്ക് ഫ്യൂച്ചറിൽ എൻഹാൻസ്മെന്റ് വേണം. എല്ലാവരും അതാ ആഗ്രഹിക്കുന്നത്. അതായത് ഞാൻ ഒരു പൊസിഷനിൽ ചേരുന്നു, ആ പൊസിഷനിൽ ഞാൻ റിട്ടയർ ചെയ്യുന്നല്ല. അപ്പോൾ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ എന്തുണ്ട്, എൻ്റെ മുന്നോട്ട് പോകാനുള്ള വളർച്ചയ്ക്ക് ഈ സ്ഥാപനം എങ്ങനെ സഹായിക്കുന്നു എന്ന് നോക്കിയിട്ടാണ് മിക്കവാറും ഏത് IT ഇൻഡസ്ട്രി ആയാലും ശരി, ലോകത്തെ ഏത് ഇൻഡസ്ട്രിയിലും നോക്കും. അപ്പോൾ അവർക്ക് വളരാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നന്നായി ചെയ്യേണ്ടത്, ഒരു സ്ഥാപനം ചെയ്യേണ്ടത്. പ്രൊഡക്ടിവിറ്റിയാണ് ഈ ടെക്നോളജി എന്ന് പറയുന്നത്. പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടുള്ള, അതായത് ഇപ്പോൾ നമുക്കറിയാം ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ കമ്പ്യൂട്ടർ വന്നു. ആ സമയത്ത് കമ്പ്യൂട്ടർ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഡിസൈനിങ് വന്ന സമയത്ത് അതിന് മുമ്പ് ഉണ്ടായിരുന്നത് കൈപ്പടയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് ഭയങ്കര മഹിമ കൊടുത്തിട്ട് എന്ത് ഡിസൈൻ എന്ന് പറഞ്ഞാൽ, എന്ത് ഗ്രാഫിക് ഡിസൈൻ എന്ന് പറഞ്ഞ ആളുകൾ വരെ പിന്നീട് ഗ്രാഫിക് ഡിസൈനിങ് ഉപയോഗിക്കാതെ അവരുടെ കമ്പനിയെ മുന്നോട്ട് പ്രൊജക്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ വന്നു. അതായത് കമ്പ്യൂട്ടറിനെ എന്തായാലും നമ്മൾ അവിടെ നമ്മുടെ സിസ്റ്റത്തിൽ കൊണ്ടുവരേണ്ടി വന്നു. അതുപോലെ തന്നെ എമർജിങ് ആയിട്ടുള്ള ഓരോ ടെക്നോളജിയെയും ഉപയോഗിക്കാത്ത ആളുകൾ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകുന്നതാണ്. അതിന്റെ അതിൽ ഇപ്പോൾ നിലവിലുള്ളതാണ് AI. ഈ AI തന്നെ പല ജനറേഷനുകളുണ്ട്. ASI എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസ് പറഞ്ഞിട്ടുള്ള ഒരു ജനറേഷനിലേക്ക് വേൾഡ് പോകാൻ നിൽക്കുകയാണ്. അതിന്റെ മുന്നേ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസ് എന്നതിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ഈ ഒരു
ഇത് ഇപ്പോൾ എന്നുള്ളത് നാരോ ഇന്റലിജൻസ് എന്നിട്ടുള്ള ഒരു ജനറേഷനിലാണ്. ഈ ഒരു ഓരോ ജനറേഷനുകളും വരുന്ന സമയത്ത് അതിൽ നമ്മുടെ ബിസിനസ്സിനെ അതിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൽ ഇതിനെ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റ് ആവുന്നതാണ്. കാരണം പ്രൊഡക്ടിവിറ്റി എന്നുള്ളത് ഒരു ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ മസ്റ്റ് ആയിട്ടുള്ള കാര്യം. ഉദാഹരണത്തിന് ഇപ്പോൾ സാധാരണയിലും AI മനുഷ്യനാണോ കോമ്പീറ്റ് ചെയ്യുന്നത് ധാരാളം ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു സരളമായിട്ടുള്ള ഉത്തരം, ഒരിക്കലും AI മനുഷ്യനെ അല്ല കോമ്പീറ്റ് ചെയ്യുന്നത്. പക്ഷെ AI അവിടെ അവരുടെ ബിസിനസ്സിൽ കോമ്പീറ്റ് ചെയ്യുന്നത് AI കുറിച്ച് അറിയുന്ന ഒരു ഹ്യൂമൻ ക്യാപിറ്റൽ, AI അറിയാത്തൊരു ഹ്യൂമൻ ക്യാപിറ്റൽ. ഇങ്ങനെയാണ് പിന്നീടുള്ള ആളുകൾ നമ്മൾ കാണേണ്ടത്. അതായത് അപ്പോൾ അവിടെ AI അറിയുന്ന ഹ്യൂമൻ ക്യാപിറ്റലിന്, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ധാരാളം ഗ്രാഫിക് ഡിസൈനേഴ്സിനെ ഹയർ ചെയ്തു, ഒരു കമ്പനി ധാരാളം ഗ്രാഫിക് ഡിസൈനേഴ്സിനെ ഹയർ ചെയ്തു. ആ ഒരു സമയത്ത് ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒത്തിരി പേരും ഒരു കമ്പനിയിൽ 2 ചില്ലാനം ആളുകളുള്ളൂ. പക്ഷേ ഈ കമ്പനിയിലെ ആളുകൾക്ക് AI കുറിച്ച്, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ടൂൾസുകൾ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ മറ്റേ അടുത്ത ആളുകൾക്ക് അത് കൃത്യമായിട്ട് അതിൽ അറിവുണ്ട് താനും. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ പ്രൊഡക്ടിവിറ്റി, ഇവിടെ കൗണ്ടുള്ള ആളുകൾക്കെല്ലാം ഉണ്ടാകുക. കാരണം AIയുടെ സ്പീഡ് ട്രാക്ഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം വളരെ ഹൈപ്പർ എക്സ്പോണൻഷ്യലി ഉയർന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും നമ്മുടെ ഇവിടെ സൊല്യൂഷൻ എന്നുള്ളത് ആ പ്രൊഡക്ടിവിറ്റിയെ ഒന്നുകൂടി സ്പീഡാക്കുന്നതാണ്. ഓക്കെ, ഞാൻ അപ്പം നിങ്ങൾ പറഞ്ഞത് പ്രൊഡക്ടിവിറ്റി കുറഞ്ഞ അവസ്ഥയെ പ്രൊഡക്ടിവിറ്റി ഹൈ 10x പ്രൊഡക്ടിവിറ്റിയിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതാണ്. നിങ്ങൾ ആ ഒരു പ്രശ്നത്തെയാണ് ആക്ച്വലി ആ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടോയെന്ന് പോലും ഐഡന്റിഫൈ ചെയ്യാത്ത ആളുകളാണ് ഇവിടെ ഉള്ളത്. അവർക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടോയെന്ന്, കാരണം ഒരു ഭാഗത്ത് വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നു, എന്നാൽ മറ്റൊരു ഭാഗത്ത് ഇങ്ങനെയുള്ള ഈ ഫാസ്റ്റായിട്ട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അവെയർ ആവാത്ത ആളുകൾ, പഴയ ട്രഡീഷണൽ രീതിയിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ആളുകൾ. അപ്പം നിങ്ങൾ റിയലി നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന, അപ്പോൾ നേരത്തെ നിങ്ങൾ പറഞ്ഞു ഓൺടർപ്രണേഴ്സ് ആണെന്ന് പറഞ്ഞു, ഒന്നുകൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ആരാണ്? അതായത് ഇപ്പോൾ ഞാൻ ടാർഗറ്റ് ചെയ്യുന്ന സ്പെസിഫിക് ചെയ്തിട്ടുള്ള ബിസിനസ് ഐഡിയൽ, നിങ്ങളൊരു ഐഡിയൽ കസ്റ്റമർ എന്നൊക്കെ പറയാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ടൈപ്പ് ആളുകൾ ആരാണ്? അതായത് മൈക്രോ എന്റർപ്രൈസസുകൾ. മാക്രോ എന്റർപ്രൈസസുകൾ ഓൾറെഡി ഇതിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ടെക്നോളജി യൂസ് ചെയ്തിട്ട് തന്നെയാണ് അവർ, ടെക്നോളജിയുടെ കമ്പനികൾ തന്നെ മാക്രോ എന്റർപ്രൈസസുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകും. പക്ഷേ മൈക്രോ എന്റർപ്രൈസ്, അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ഒരു ടെക്സ്റ്റൈൽസ് അല്ലെങ്കിൽ ഒരു ഫുഡ്വെയറിന്റെ ഒരു ഷോപ്പ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ എന്റർപ്രണർമാരും ഓരോ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ എന്ത് ചെയ്യണം, ഇതിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഓക്കെ, കാരണം ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇപ്പോൾ അവർ ഗ്രാഫിക് ഡിസൈനേഴ്സിനെ ചോദിച്ചിട്ടൊക്കെ ഒത്തിരി ഇതൊക്കെ ചെയ്ത് അത്യാവശ്യം അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അവിടേക്ക് ഇടുന്ന സമയത്ത് നമുക്ക് AI ഏജന്റ് ഉപയോഗിച്ചിട്ട് ChatGPTയിലെ GPTS എന്നിട്ടുള്ളൊരു ഇതുണ്ട്, അവിടെ പോയിട്ട് നമുക്ക് AI ഏജന്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഏജന്റിനെ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട്, വളരെ ക്വാളിറ്റിയിൽ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് അറിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതുമായി എങ്ങനെയാണോ സംവദിക്കേണ്ടത് അതിന്റെ കമ്മ്യൂണിക്കേഷൻ രീതി അറിയുന്നവർക്ക് കൃത്യമായിട്ട് നല്ലൊരു വളരെ പ്രീമിയം ലുക്കിലുള്ള ഗ്രാഫിക് പോസ്റ്റേഴ്സും കാര്യങ്ങളും അവർക്ക് എടുക്കാൻ പറ്റും. അത് ഒറ്റ കേസാണ് പോസ്റ്റർ എന്നുള്ളത്. അങ്ങനെ ധാരാളം അവരുടെ അക്കൗണ്ടിങ്, സെയിൽസിൽ, മാർക്കറ്റിംഗ് തുടങ്ങിയിട്ടുള്ള ഓരോ കാര്യങ്ങളിലും നമുക്ക് AI അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ശരി. മാനുഫാക്ചറിങ്ങിന്റെ അവരുടെ മാനുഫാക്ചറിങ് മുതൽ അവരുടെ ഈ സംഭവം ഒരു എൻഡ് യൂസറുടെ കയ്യിൽ എത്തുന്ന വരെയുള്ള പ്രൊസീജിയറിനെ കംപ്ലീറ്റ്ലി ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അതെ, നമ്മുടെ നാട്ടിൽ ഒരു മാനുഫാക്ചർ ആണെങ്കിൽ അയാൾ കോമ്പീറ്റ് ചെയ്യുന്ന ബ്രാൻഡുകളൊക്കെയും HUL ആവാം, ITC ആവാം, P&G ആവാം, GSK ആവാം, ഇങ്ങനെയുള്ള കോർപ്പറേറ്റ് ഭീമന്മാരായിട്ടാണ് നമ്മൾ പൊതുവെ മാർക്കറ്റിലേക്ക് എത്തുന്നത്. അപ്പം ഇവരുടെ ഒരു കൃത്യമായ സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ HUL ആവട്ടെ, അല്ലെങ്കിൽ ITC ആവട്ടെ, P&G ആവട്ടെ, ഇവരുടെയൊക്കെ പ്രോഡക്റ്റ് നമ്മുടെ തൊട്ടടുത്തുള്ള ചെറിയ കടകളിൽ പോലും നമുക്ക് അവൈലബിൾ ആണ്, കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട്, സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർക്കൊരു ശാസ്ത്രീയമായ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ട്, ഇവർക്ക് ചെയ്യേണ്ട രീതികളുണ്ട്. ഇതൊന്നും അറിയാതെ നമ്മുടെ നാട്ടിലെ പല ആളുകളും ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് ക്വാളിറ്റി ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട്, ആ ക്വാളിറ്റി മാത്രം ഉണ്ടെങ്കിൽ ഞാൻ വലിയൊരു ബ്രാൻഡായി മാറും, നാളെ എനിക്ക് വലിയ കച്ചവടം ചെയ്യാൻ പറ്റുമെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ഇവർ പ്രോഡക്റ്റ് ഇറങ്ങാറുണ്ട്. ഇത്തരം ആളുകൾ ഡിസ്ട്രിബ്യൂഷൻ രംഗത്തേക്ക് വരുമ്പം ചില ആളുകൾ സ്വയം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവരാണ്, മറ്റു ചില ആളുകൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അപ്പോയിൻമെന്റ് ചെയ്യുന്നവരുണ്ട്. ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അപ്പോയിൻമെന്റ് ചെയ്യുന്നവരും ശരിയായ രീതിയിലല്ല ചെയ്യുന്നത്. അപ്പം ഇതിന് ശരിയായ വശമുണ്ട്. നമ്മളൊരു മാനുഫാക്ചർ ആണ് എങ്കിൽ അയാൾ ഡിസ്ട്രിബ്യൂട്ടർ
അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ എങ്ങനെയാണ് HUL ചെയ്യുന്നത്, എങ്ങനെയാണ് ITC ചെയ്യുന്നത്, ഒരു കൃത്യമായ മെത്തേഡ് ഉണ്ട്. ഈ മെത്തേഡ് നമ്മുടെ നാട്ടിലെ ചെറിയ MSME മാനുഫാക്ചേഴ്സിനെ പഠിപ്പിച്ചിട്ട് അവരുടെ പ്രൊഡക്റ്റുകൾ ഒരു MNC കോർപ്പറേറ്റ് മോഡലിലേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായിട്ട് ഡിവോബിസിന്റെ ഒരു ആക്ടിവിറ്റി മാത്രമാണ്. ഡിവോബിറ്റി ഇത്തരത്തിലുള്ള പുതിയ സംരംഭ രംഗത്ത് കടന്നു വരുന്ന ആളുകൾക്ക് ആവശ്യമുള്ള ടെക്നോളജി അഡ്വാൻസ്മെന്റ് ഞങ്ങൾ അൾട്ടിമേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ രംഗത്തേക്ക് വരുന്ന ഒരാൾക്ക് ബേസിക് ആയിട്ട് വേണ്ട സാധനമാണ് ERP. നമ്മുടെ നാട്ടിലെ പല മാനുഫാക്ചേഴ്സിന് ERP എന്താണെന്ന് പോലും അറിയാത്തവരാണ്. അപ്പം ഇത്തരം ആളുകൾക്ക് ഇന്നത്തെ കാലത്ത്, ഇപ്പം നേരത്തെ മിൻഹാജൊക്കെ പറഞ്ഞ പോലെ, ഇന്നത്തെ കാലത്ത് ടെക്നോളജി മുമ്പത്തെ പോലെ തന്നെ എക്സ്പെൻസീവ് ഒന്നുമല്ല, ആർക്ക് അഡോപ്റ്റ് ചെയ്യാവുന്ന ചിലവുകളേ ഉള്ളൂ. അപ്പോൾ ചെറിയ ചിലവിൽ നമ്മുടെ നാട്ടിലെ MNCകൾക്ക് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ERP സോഫ്റ്റ്വെയർസ്, ഓട്ടോമേഷൻസ് ഒക്കെ സാധാരണക്കാരായിട്ടുള്ള MSMEകൾക്ക് അവൈലബിൾ ആക്കുക, അവർ അതിലൂടെ ഒരു MNC മോഡലിലേക്ക് മാറ്റിയെടുക്കുക, അതിലൂടെ നല്ലൊരു വിജയിക്കുന്ന സംരംഭകരുടെ ഒരു നാടാക്കി മാറ്റാം. ഇന്ന് കേരളത്തിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം മാനുഫാക്ചേഴ്സും സ്ട്രഗിളിങ്ങിലാണ്. പല ആളുകളും ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് അപ്പോയിൻമെന്റ് ചെയ്യുന്നു, കടകൾ അനാവശ്യമായി ക്രെഡിറ്റ് കൊടുക്കേണ്ടി വരുന്നു. ഇതൊക്കെ ഇതിന് ശാസ്ത്രീയമായ വശം അറിയാത്തത് കൊണ്ടാണ്. ഇതൊക്കെ അറിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നല്ല രീതിയിൽ ചെയ്യാനും പറ്റും. ഇതുവരെ പഠിപ്പിച്ചെടുത്തിട്ട് നല്ല രീതിയിലുള്ള ഒരു മാനുഫാക്ചേഴ്സിനെയും ഒരു ഡിസ്ട്രിബ്യൂഷൻ സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് പ്ലാൻ. ഓക്കെ, നിങ്ങൾ റിയലി ടാർഗറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുന്ന ഏരിയ ആരാണ് നിങ്ങളുടെ ടാർഗറ്റഡ് ഓഡിയൻസ്? മാനുഫാക്ചേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. നിങ്ങളുടേതായ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുകയാണോ ചെയ്യുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ സ്വാഭാവികമായിട്ട് നമുക്ക് സ്കൂൾ തലത്തിൽ കോമ്പറ്റീഷൻസ് ഉണ്ട്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങളെ റിയൽ ടാർഗറ്റ്? ഇപ്പം LKG മുതലുള്ള കുട്ടികൾക്ക് തന്നെ നമുക്ക് അവരെ ആക്ടിവേഷൻ, കാരണം വെച്ചാൽ ആ കുട്ടികൾ പഠിക്കാൻ വരുന്നതാണ്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ ഓടണം, ചാടണം, നടക്കണം, ആക്ടിവിറ്റീസ്, പഠനത്തിൽ നല്ല രീതിയിൽ കാര്യങ്ങളായിട്ട് വരണം. ഇതിനൊരു റെഗുലർ പ്രോഗ്രാം ഉണ്ടോ അതോ സീസണലി സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമാണ്? ഇല്ല, ഞാൻ എല്ലാ ദിവസവും പിന്നെ LKG സെക്ഷൻ മുതൽ തുടങ്ങുന്ന ഒരു ടൈം ടേബിൾ നമുക്ക് ഇടും. അപ്പോൾ LKG സെക്ഷനിൽ ഒരു 10 മിനിറ്റ് എങ്കിലും സ്കൂൾ തലത്തിൽ ക്യാമ്പ് അറേഞ്ച് ചെയ്യും. അപ്പോൾ അത് ഫുട്ബോൾ അക്കാദമി ആയിട്ട് ചെയ്യും. അപ്പോൾ ആ ഫുട്ബോൾ അക്കാദമിയിൽ വരുന്ന കുട്ടികൾക്ക് പല അഭിരുചികളും ഉണ്ടാകും. അപ്പോൾ അവരെ ഓട്ടം, ചാട്ടം, അതുപോലെ തന്നെ കിഡ്സ് അത്ലറ്റിക്സ്, വേൾഡ് ലെവലിൽ അംഗീകരിച്ച കിഡ്സ് അത്ലറ്റിക്സ് ഞങ്ങൾ ആനക്കായം പഞ്ചായത്തിൽ ഇപ്പോൾ അത് പിന്നെ പ്രാബല്യത്തിൽ വന്നു. സർക്കാർ തന്നെ ഫണ്ട് കൊടുത്തു 18 സ്കൂളുകൾക്ക്, ഗവൺമെൻറ് സ്കൂളിലാണ് കൊടുത്തത്. അപ്പോൾ അതിൽ ഹെഡ് കോച്ചായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. എൻ്റെ കൂടെ ഇസ്മായിൽ സാർ, അതുപോലെ തന്നെ നമ്മളെ പിന്നെ ആനക്കായം പഞ്ചായത്തിലെ പിന്നെ ഇതിൻ്റെ സ്പോർട്സിന് ചാർജുള്ള സാറ് HM, അതുപോലെ തന്നെ ഒരുപാട് ഇസ്മായിൽ സാറാണ് അതിൻ്റെ കൂടെ എല്ലാ കാര്യത്തിലും കൂടെ നിന്നിരുന്നത്. കാരണം ഞങ്ങൾ ഒരു 18 സ്കൂളിൽ നമുക്ക് കായികപരമായിട്ട് ഗവൺമെൻറ്റിന് 10 രൂപ കൊടുത്ത് എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കൊടുത്ത് അവർക്ക് ട്രെയിനേഴ്സിനെ വെച്ചുകൊണ്ട് ഇവരുടെ പിന്നെ 3 ലെവൽ 1, ലെവൽ 2 എന്ന കാറ്റഗറി രീതിയിൽ ഗെയിമുകൾ അറേഞ്ച്മെന്റ് ചെയ്തു. എന്ന് പറയുമ്പോൾ ഞാൻ ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് സ്കൂളിൽ കുട്ടികളെ പാഠം പഠിപ്പിക്കുന്നു ടീച്ചർമാർ. പക്ഷെ അത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പഠിപ്പിക്കുന്നില്ല. ഉദാഹരണത്തിന് ചെറിയൊരു മെമ്മറി ടെക്നിക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അവർക്ക് അത് പഠിക്കാൻ പറ്റും. ഓക്കെ, വളരെ ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത, അതുകൊണ്ട് ദാസേട്ടൻ എന്ന് വിളിക്കുന്നത് കേട്ടോ, നിങ്ങളൊന്നും വിചാരിക്കേണ്ട. ഭരത്ദാസ് എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ ട്രെയിനർ, എല്ലാവർക്കും സാറാണ്. പക്ഷേ ഞങ്ങൾ വളരെ അടുത്ത ആളുകളാണ്, അപ്പം അതുകൊണ്ടാണ് ദാസേട്ടൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പം യേശുദാസിനെ ദാസേട്ടൻ നമ്മൾ വിളിക്കുന്നത് ദാസാറെന്ന് വിളിക്കാൻ വരുന്നില്ല, കാരണം ദാസേട്ടൻ വിളിച്ച് ശീലമായതുകൊണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത് ചെയ്തില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് മെമ്മറിയിൽ ചെയ്യാമായിരുന്നു. ഇന്നിപ്പം പഠിപ്പിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഭാഗം എന്ന് പറയുന്നത് അധ്യാപകരാണ്. അതിലിപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കണ്ണൂർ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും അധ്യാപകർക്ക് റെഗുലറായിട്ട് ഞാൻ ക്ലാസ് എടുക്കുകയാണ്. അവരെ ട്രാൻസ്ഫോം ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. പക്ഷെ അവർക്ക് ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് നമ്മൾ കൊടുക്കുമ്പോൾ അവർ ഒന്നാമത് പ്രശ്നം എന്താ വെച്ചാൽ അവർ ഒരു ട്രെയിനിങ്ങിന് വരില്ല. ഇത് കമ്പൽസറി ആയിട്ട് വരുത്തി കൊണ്ടുവരുമ്പോൾ തന്നെ അവർക്കൊരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുമല്ലോ. ഇതിൽ പ്രത്യേകിച്ച് എന്ത് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ വാല്യൂ അനുസരിച്ചാണ്. അതിന്റെ ഒതന്റിസിറ്റി തന്നെയാണ്. യെസ്, അതിന്റെ ഒതന്റിസിറ്റിയാണ് അതിന്റെ ഡിഫറൻഷിയേറ്റ്. പിന്നെ ഇപ്പൊ ഞാൻ നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഞങ്ങളുടെ ഹോസ് ഇന്റഗ്രേറ്റഡ് സർവീസസ് പറഞ്ഞിട്ടുള്ളതിന് കീഴിൽ 4 കമ്പനി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ വൺ ബ്രിഡ്ജ് അക്കാഡമി പറഞ്ഞിട്ടൊരു അക്കാഡമി ഉണ്ട്. ഐ മീൻ ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്ത് തുടങ്ങാൻ നിൽക്കുന്നുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന മേഖല ഒരു നിഷാണ്. മാനുഫാക്ചർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ട്രെയിനിങ് വളരെ കുറവാക്കരുത്. അങ്ങനെ സംഭവിക്കുന്നില്ല. സംഭവിക്കുന്നതൊക്കെയും ഒന്നുകിൽ സെയിൽസ് ആവാം, അല്ലെങ്കിൽ പർച്ചേസ് ആവാം, അല്ലെങ്കിൽ അക്കൗണ്ട്സ് ആവാം, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ആവാം. എല്ലാ തരം ബിസിനസ്സുകാരെ ഉൾപ്പെടുത്താവുന്ന ട്രെയിനിങ് ആണ് ഒട്ടുമിക്ക എല്ലാ ട്രെയിനിങ് നടക്കുന്നത്. ഞങ്ങളുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അവർക്ക് വേണ്ടി മാത്രം അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അവർ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഡിസ്കസ്
ദിവസം പ്രോഗ്രാം. രാവിലെ ഒരു 9 മണിക്ക് തുടങ്ങി 6 മണിക്ക് അവസാനിക്കുമ്പോൾ അതിൽ ചർച്ച ചെയ്യുന്ന ഓരോ സെക്കൻഡുകളും അവരുമായി ബന്ധപ്പെട്ടത് മാത്രമായിരിക്കും. ഡിവോബീസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രധാന ആക്ടിവിറ്റി അല്ല ഈ ഒരു ട്രെയിനിങ് നൽകുക എന്നുള്ളത്. നമ്മുടെ ഈ ടോക്ക് ഷോ ട്രെയിനേഴ്സുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഞാൻ അതിലൂന്നി സംസാരിച്ചത്. ഡിവോബീസിന് മറ്റു കുറെ ആക്ടിവിറ്റികളുണ്ട്. ഞാൻ നേരത്തെ കൺസൾട്ടിങ്, അതോടൊപ്പം എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് വളരെ മൈക്രോനിഷ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് അതിൽ ഫോക്കസ് ചെയ്യാതിരിക്കാനുള്ള കാരണം എന്താ? ഫോക്കസ് ചെയ്യുക, ഞാൻ പറഞ്ഞ തീരെ ഫോക്കസ്ഡ് അല്ല എന്നല്ല. ഞാൻ ട്രെയിനിങ് നൽകുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മാനുഫാക്ചേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും. ട്രെയിനിങ് എന്നുള്ളത് ഇന്നത്തെ കാലത്ത് ട്രെയിനിങ് അല്ലെങ്കിൽ ടോക്ക് ഷോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ പ്രൊഡക്റ്റിനെ അതിൻ്റെ ആവശ്യക്കാരിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു കണക്റ്റിംഗ് എലമെൻ്റാണ്. അതെ, കറക്റ്റാണ്. അപ്പോൾ ഞങ്ങൾ പൊതുവെ ട്രെയിനിങ് സെക്ഷൻസ് നടത്താറ് ഒന്നാമത്തെ കാര്യം തന്നെയാണ്, നമ്മുടെ നാട്ടിലെ മാനുഫാക്ചേഴ്സിനോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി ശരിയല്ല, ഞാൻ ശരിയായ രീതി പഠിക്കേണ്ടത് എന്ന തിരിച്ചറിവ് പല ആളുകൾക്കില്ല. ഇത്തരം മേഖലയിലുള്ള ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പൈലറ്റ് പ്രോഗ്രാം മാത്രമാണ് ട്രെയിനിങ്. തുടർന്ന് അവർക്ക് വേണ്ടിയുള്ള മറ്റുള്ള സെക്ഷൻസ് കൊടുക്കുന്നതാണ് പൊതുവെ ചെയ്യാറ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയും കാണണം, കാരണം നമ്മൾ സ്പോർട്സ് പരമായിട്ടുള്ള സഹായങ്ങൾ കിടക്കുകയാണ്. കാരണം ഒരു പിന്നെ രോഗം വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റാലിറ്റി അതൊക്കെ ഇല്ലാത്തൊരവസ്ഥയ്ക്ക് എത്തിക്കണമാണ് ഇപ്പോൾ. ഇതിലേക്ക് നമ്മൾ കൊണ്ടുവന്ന് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞ് എത്തുമ്പോൾ അവരുടെ ജോബാണ്. ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ ആർമി, പോലീസ്, അങ്ങനെ ഓരോത്തിലേക്ക് പ്രശ്നങ്ങളില്ല. കാരണം ഡ്രഗ്സ് ഇല്ല, മറ്റുള്ള ഒരു അഡിറ്റേഷൻ ഒന്നുമില്ല. ബിസിനസ് ചെയ്യുന്നവർക്ക് MBA അല്ലെങ്കിൽ മറ്റുള്ള എന്ത് മേഖലയിലേക്ക് പോകാം. പക്ഷെ എല്ലാത്തിനും സ്പോർട്സ് വേണം, കായികപരമായിട്ടുള്ള കാര്യങ്ങൾ വേണം. നമ്മൾ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും എങ്ങനെ ഇരിക്കേണ്ടത്, എങ്ങനെ കിടക്കേണ്ടത്, ആ കാര്യങ്ങൾ, പിന്നെ ജീവിതശൈലി രോഗങ്ങൾ. നിങ്ങൾ ഈ പറയുന്ന ഈ സംവിധാനത്തിനെ പ്രൊഫഷണലൈസ് ചെയ്ത് ഒരു ബ്രാൻഡ് പോലെ ചെയ്യുന്ന രൂപത്തിൽ ചെയ്യുന്നത് ആരെങ്കിലും ഉണ്ടോ? ശരിയായി ഞാനെവിടെയും കണ്ടിട്ടില്ല. വെൽത്ത് കോച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കോച്ച് ആളുകളുടെ ജീവിതത്തിൽ അവരുടെ കഴിവുകൾ, അവരുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് അവരുടെ ഏറ്റവും നല്ല പാട്ട് സൊസൈറ്റിക്ക് കൊടുക്കാൻ, അവരെ വാല്യൂസ് സൊസൈറ്റിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അവരുടെ കമ്മ്യൂണിക്കേഷൻ എബിലിറ്റി പലപ്പോഴും പല ബ്ലോക്കുകൾ കൊണ്ട് പിന്നിലായി പോകുന്നു, അല്ലെങ്കിൽ ഒളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മാറി നിൽക്കുന്നു. അപ്പോൾ അത് മാറ്റിയിട്ട് ഏറ്റവും മികച്ച സ്പീക്കേഴ്സാക്കി ട്രാൻസ്ഫോമിങ് ആൻഡ് പെർഫോമിങ് സ്പീക്കേഴ്സാക്കി മാറ്റുന്നു ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന. ഇത്ര ആളുകളിലേക്ക് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള 1 മില്യൺ ആളുകൾക്ക് ട്രാൻസ്ഫോർമേഷൻ, ഈ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ് വിഷയം. അതിന് എനിക്ക് നല്ലൊരു ടീം ആവശ്യമുണ്ട്. കാരണം ഇപ്പം നമ്മളിപ്പോൾ പൊതുവേ ട്രെയിനേഴ്സിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു രീതി, ഒറ്റയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കുറച്ച് കഴിയുമ്പം അത് ഒരു പക്ഷെ പല വെല്ലുവിളികളും കാരണം അത് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോവുകയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നമുക്കൊരു ടീം ഉണ്ടെങ്കിൽ, ഒരു മാസ്റ്റർ മൈൻഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ എളുപ്പമായിരിക്കും.